താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് മാംസ സംസ്കരണ കേന്ദ്രത്തിൽ ഇതിൽ പ്രതിഷേധമുണ്ടായിരുന്നു, വലിയ സംഘർഷമുണ്ടായി. നാട്ടുകാർ കുറെ കാലങ്ങളായി ഈ കമ്പനിക്കെതിരെ വലിയ സമരത്തിലാണ്. അതിന്റെ ഒരു ഏറ്റവും ഒടുവിലാണ് ഇന്നലെ സംഘർഷത്തിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്പനിക്കെതിരെ ശക്തമായ സമരരംഗത്തേക്ക് വരാണ്ടായത്? ശ്വാസം കഴിക്കാൻ പറ്റില്ല, സ്മെല്ലുകൊണ്ട് നമുക്ക് മണടിച്ചിട്ട് ശരിക്കുള്ളൊരു ശ്വാസം കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാത്തൊരവസ്ഥ. മാലിന്യം പുഴയിലേക്ക് ഒന്നായിട്ട് ഒഴുകി വിടുന്നത് അത് വേറെ, മണം അങ്ങനെ. ഇപ്പോൾ ഞങ്ങൾ ബാപ്പയും ഉമ്മയും രണ്ടാൾ ഓക്സിജൻ വെച്ചിട്ടാണ് കിടക്കുന്നത്. രണ്ടാളും ഒരു പ്രായപരിധി കഴിയുമ്പോൾ ഇതിൻ്റെ അലർജി വന്നിട്ട് ഈ ക്യാമറ പിടിച്ചാൽ നിങ്ങൾക്ക് ഈ ഫാക്ടറി കാണാം. അത്രയും അടുത്താണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഈ സ്ഥാപനം പൊങ്ങി വരുന്നവരെ, ഈ സ്മെല്ല് വരുന്നവരെ ഞങ്ങളവർ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സ്ഥാപനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ആരോടെങ്കിലും അനുവാദം ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് ഒപ്പുവാങ്ങുകയോ അതൊന്നുമില്ല. ഇത് പൊന്തി സ്മെല്ല് വരൽ തുടങ്ങിയപ്പോഴാണ് ഇത് അന്വേഷിക്കുന്നത് എന്താണ് സംഗതി. അന്ന് കുറേ സഹിച്ചു. അത് കഴിഞ്ഞ് പിന്നെ രൂക്ഷമായപ്പം സമരത്തിലേക്ക് കടന്നു. പിന്നെ ഒരു മാസത്തോളം ഒരു നവീകരണം എന്നും പറഞ്ഞ് നിർത്തിവെച്ച് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ശക്തമായിട്ടാണ് പിന്നെ വരുന്നത്. എല്ലാവരും കുട്ടികൾ അത്രയ്ക്ക് സായി കെട്ടിട്ട് പോയതാണ് സമരത്തിന്. അതിൽ ആരാ പോലീസുകാരത്ത് തന്നെയാണ് പ്രകോപനം ഉണ്ടായെന്നാണ് പറയുന്നത് അവര്, കുട്ടികളൊക്കെ നേരെ. അതുകൊണ്ട് ആയിരിക്കും സമരം. ഈ വിഷയത്തിൽ തുടക്കം മുതലേ സ്റ്റാൻഡ് കമ്പനിക്കാർക്ക് ഒപ്പം തന്നെയാണ്. കമ്പനിക്കാരെ കാവലായി വന്നതാണല്ലോ ഇഷ്ടംപോലെ പോലീസ്. ഇന്നലെ സമരക്കാരെക്കാണ് എണ്ണത്തിൽ പോലീസ് അവിടെ ഉണ്ട് കേട്ടെ. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളും കുട്ടികളും പുറത്തേക്ക് ഇറങ്ങി, ഗതികേട് കൊണ്ട് ഇറങ്ങിയാന്നുള്ളത് ഇറങ്ങിയവർക്ക് അറിയാലോ. പോലീസുകാർക്ക് ഇപ്പം എന്തും പറയാം. ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ അത്ര അടിച്ചു വയ്ക്കും. ഞങ്ങൾ തിന്നാൻ കഴിയൂല, കൂട്ട് നോക്കാനിരിക്കുക. മുക്കിൽ കൊണ്ട് കട്ടിയിലാ വരിക, നല്ല മണം. എന്നിട്ട് അന്തി കിടക്കുന്നിടത്തൊക്കെ മണത്തിട്ട് പിന്നെ എന്താക്കേണ്ടിന്ന് പറഞ്ഞാൽ എണീച്ചിട്ടിരിക്കുക. ഞങ്ങൾ സുഖമില്ലാണ്ടായിട്ട് കുറേ ആയി. ഞാൻ 4-5 കൊല്ലമായി. ഞാനൊക്കെ ശ്വാസം മുട്ടും ആയിട്ട് കിടക്കാൻ പറ്റണ്ടേ. ഇതന്നെ മണം തന്നെ വേറല്ല. ഒരു ഭക്ഷണം കഴിക്കാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ഇങ്ങനെ അന്തരീക്ഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഈ സ്മെല്ല്. നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയി ഒളിക്കാനൊക്കെ തോന്നാം. അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഈ സമരം. അത് എത്രയോ സമാധാനപരമായ വർഷങ്ങളായി നടത്തി വന്നിട്ട് ഒരു അക്രമം ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഒരു അധികാരികളും ഒരു നടപടി എടുത്തിട്ടില്ല. അന്തിമ പോരാട്ടം തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോരാട്ടത്തിന് ഇറങ്ങിയതും. അക്രമ സമരം അവരുടെ അജണ്ടയിൽ ഇല്ലാത്തതാണ്. പോലീസിന്റെ ഭാഗത്തുണ്ടായ പ്രകോപനമാണ് അക്രമത്തിന് കാരണമെന്നാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്ന സ്ഥലത്തെ പരിസരത്തുള്ള നാട്ടുകാർ പറയുന്നത്. ജോമനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.